ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബഷീർ ദിന ക്വിസാണ്. ബഷീർ ദിന ക്വിസിന് ആവശ്യമായ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും അത് കാണേണ്ടതാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഷീർ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെക്കുറിച്ചുമാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതും. വീഡിയോ മുഴുവനായിട്ട് കാണണം. നമുക്ക് ഫുൾ മാർക്ക് നേടണം. ക്വിസ് മത്സരത്തിൽ നമുക്ക് ഫുൾ മാർക്ക് നേടി ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടിരിക്കുന്നതെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം കായ് അബ്ദുറഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരാണ് കായ് അബ്ദുറഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞാഞ്ഞുമ്മ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് കുഞ്ഞാഞ്ഞുമ്മ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം ഏത്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം തലയോലപ്പറമ്പ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ജില്ല ഏതാണ്? കോട്ടയം. അപ്പോൾ ജില്ല ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കോട്ടയമാണ് ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം ഫാബി ബഷീർ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ബഷീറിനും ഫാബി ബഷീറിനും എത്ര മക്കളുണ്ട്? ബഷീറിനും ഫാബി ബഷീറിനും എത്ര മക്കളുണ്ട്? ഉത്തരം 2 മക്കൾ. ബഷീറിനും ഫാബി ബഷീറിനും 2 മക്കളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ മകൻ്റെ പേരെന്താണ്? ബഷീറിൻ്റെ മകൻ്റെ പേരെന്താണ്? ഉത്തരം അനീസ് ബഷീർ. മകൻ്റെ പേര് അനീസ് ബഷീർ. ബഷീറിൻ്റെ മകളുടെ പേരെന്താണ്? ബഷീറിൻ്റെ മകളുടെ പേരെന്താണ്? ഉത്തരം ഷാഹിന ബഷീർ. ബഷീറിൻ്റെ മകളുടെ പേര് ഷാഹിന ബഷീർ എന്നാണ്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ കുടുംബജീവിതത്തെ ആസ്പദമാക്കിയ പ്രശസ്ത കൃതി ഏത്? ബഷീറിൻ്റെ കുടുംബജീവിതത്തെ ആസ്പദമാക്കിയ പ്രശസ്ത കൃതി ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ കുടുംബജീവിതത്തെ ആസ്പദമാക്കിയ പ്രശസ്ത കൃതിയാണ് പാത്തുമ്മയുടെ ആട്. അടുത്ത ചോദ്യം, ബഷീർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം ചെലവഴിച്ച സ്ഥലം ഏത്? ബഷീർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം ചെലവഴിച്ച സ്ഥലം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ബേപ്പൂർ. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന സ്ഥലത്താണ് ബഷീർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം ചെലവഴിച്ചത്. ഏതാണ് സ്ഥലം? ബേപ്പൂർ. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബഷീറിൻ്റെ വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇതാണ്, വയലാലിൽ വീട്. ബഷീറിൻ്റെ വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വയലാലിൽ വീട്. എവിടെയാണ്? ബേപ്പൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. വീട് അറിയപ്പെടുന്ന പേര് വയലാലിൽ വീട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ആദ്യത്തെ പ്രധാന സാഹിത്യ പുരസ്കാരം ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ആദ്യത്തെ പ്രധാന സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ആദ്യത്തെ പ്രധാന സാഹിത്യ പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീറിന് ആദ്യം ലഭിച്ച പുരസ്കാരമാണ്, സാഹിത്യ പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പോൾ ഏത് കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്?
ഉത്തരം വരുന്നത് പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഏത് വർഷം? 1960. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയായ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. ബഷീറിന് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് ഏത് വർഷം? ബഷീറിന് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം നോക്കിക്കോളൂ. 1987. നമ്മൾ പറഞ്ഞു ബഷീറിന് ലഭിച്ച ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പാണ്. അത് അദ്ദേഹത്തിന് ലഭിച്ച വർഷം ഏതാണ്? 1987. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം നോക്കുക. 1982. 1982 ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. എല്ലാ വർഷങ്ങളും പ്രധാനപ്പെട്ടവയാണ്. എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷനായി നിങ്ങൾ മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ബഷീറിന് ലഭിച്ച പത്മശ്രീ ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? ബഷീറിന് ലഭിച്ച പത്മശ്രീ ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? ഉത്തരം സാഹിത്യരംഗത്തെ സംഭാവനയ്ക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1982 ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു അല്ലേ? അപ്പോൾ അത് ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് സാഹിത്യരംഗത്തെ സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് 1982 പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെയാണേ. അടുത്ത ചോദ്യം. ബഷീറിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? ബഷീറിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1993. അപ്പോൾ ബഷീറിന് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് 1993. അടുത്ത ചോദ്യം. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷമേത്? ബഷീറിൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. 2008. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷം 2008. അടുത്തത്. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന പേരേത്? വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന ഒരു പേരേതാണ്? ഈ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ഉത്തരം ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന ഒരു പേരാണ് ബേപ്പൂർ സുൽത്താൻ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ചോദ്യമാണ്. ക്ലാസ് നന്നായി ശ്രദ്ധിച്ചവർക്ക് ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചോദ്യം നോക്കിക്കോളൂ. ബഷീർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം ചെലവഴിച്ച സ്ഥലമേത്? ബഷീർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം ചെലവഴിച്ച സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ സ്ഥലവും ആ ജില്ലയും ഒക്കെ ആൻസറായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഉത്തരം കിട്ടാത്തവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ആ ചോദ്യം ഉത്തരം ഒന്ന് പോയി പഠിച്ചു വെച്ചോളൂ. ക്വിസ് മത്സരത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Thank you for watching.